Okay, voting rights. Every member of a company limited by shares. For Section 47 of Company Law ആണ്, which talks about voting rights. Okay. Every member of a company limited by shares അല്ലെങ്കിൽ holding equity shares shall have the right to vote on every resolution placed before the company. ഏതൊക്കെ റെസൊല്യൂഷൻ കമ്പനിയുടെ മേലെ പ്ലേസ് ചെയ്താലും he shall have the right to vote. His voting right on a poll shall be in proportion to his share of paid up equity share capital of the company. നമ്മുടെ പെയ്ഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഇഫ് യു ഹാവ് പെയ്ഡ് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, അരിയേഴ്സായിട്ട് 2 വർഷമായിട്ട് അരിയേഴ്സായിട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ മേ ബി യു വോണ്ട് ഹാവ് എ വോട്ടിംഗ് റൈറ്റ്. ചിലപ്പോൾ റെസൊല്യൂഷൻസിൽ മാത്രം കമ്പനി റെസൊല്യൂഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു യുവർ പർട്ടിക്കുലർ മോഡ് ഓഫ് ഷെയർസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചിലപ്പം പറയാനുള്ള അവകാശങ്ങൾ കിട്ടത്തുള്ളൂ. Now, preferred shareholders shall have the right to vote only on resolutions passed before the company, which directly affect the rights attached to the preference shares. He can also vote on any resolution of for the winding up of a company or for repayment of reduction of its equity and a preference share capital. Preference share capital, equity of preference share capital reduction ചെയ്യാൻ നോക്കുവാണെങ്കിൽ ആ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് വോട്ടിംഗ് റൈറ്റ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് കമ്പനിയിലായിരിക്കും അങ്ങനെ ഒരു പ്രിഫറൻസ് കിട്ടുന്നത്. ഹിസ് വോട്ടിംഗ് റൈറ്റ് ഓൺ എ പോൾ ഷാൽ ബി ഇൻ പ്രൊപ്പോർഷൻ ടു ഹിസ് ഷെയർ ഇൻ ദ പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. എങ്ങനെയാണ് വോട്ടിംഗ് റൈറ്റ്സ് വരുന്നത്? ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഹൗ മച്ച് യു ഹാവ് പെയ്ഡ്. ലൈക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽസ് എത്ര എണ്ണം ഉണ്ട് അത് വെച്ചായിരിക്കും ഹിസ് വോട്ടിംഗ് റൈറ്റ് വരുന്നത്. ഇഫ് ദ ഡിവിഡൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് എ ക്ലാസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് for a period of 2 years, such class of preference shareholders shall have a right on all the resolutions which shall have a right. Once again, class of has not been paid for a period of 2 years or more. Okay, such class of preference shareholders shall have a right to vote on all resolutions which is placed before the company. The ratio between total value of votes possessed by the equity shareholders and preference shareholders shall match the proportion between the total paid up capital possessed by the equity shareholders and preference shareholders. എങ്ങനെയാണ് റേഷ്യോ കാണുന്നത്? വാല്യൂ ഓഫ് വോട്ട്സിൻ്റെ ടോട്ടൽ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിൻ്റെയും പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിൻ്റെയും ഷാൽ മാച്ച് ദി പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പോസസ്ഡ് ബൈ ദ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ആൻഡ് ദ പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സ്. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ഉണ്ട് അതുമായിട്ട് ഈക്വൽ ചെയ്തായിരിക്കും വോട്ടിംഗ് റൈറ്റ്സ് വരുന്നത്. Now, variation of shareholders' rights. Where the share capital of a company is divided into different classes of shares, the rights attached to the shares of any class may be varied. ഏത് രീതിയിലാണ് വേരി ചെയ്യുന്നത്? നമ്പർ 1, with the consent in writing. Okay, ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ റൈറ്റ്സ് ലൈക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരിക്കും, പ്രിഫറൻസിന് അതിൻ്റെ രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹൗ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ്? നമ്പർ 1, വിത്ത് ദ കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ഓഫ് ദ ഹോൾഡേഴ്സ് ഓഫ് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് the issued shares of that class, അതല്ലെങ്കിൽ by means of special resolution which is passed by at a separate meeting. ഒരു സെപ്പറേറ്റ് മീറ്റിംഗ് വെച്ചിട്ട് അതിനകത്ത് സ്പെഷ്യൽ റെസൊല്യൂഷനോട് പാസ്സാക്കുന്ന രീതിയിലായിരിക്കും ഈ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതല്ല കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ആണെങ്കിൽ 3/4 ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ഗീവ് ഇൻ റൈറ്റിംഗ് ദെയർ കൺസെൻറ്റ് ദറ്റ് വി ആർ ഓക്കെ, ഈ രീതിയിലുള്ള വോട്ടിംഗ് റൈറ്റ് സിസ്റ്റമൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേരിയേഷൻസൊക്കെ വെച്ചോ കുഴപ്പമില്ല എന്നുള്ളത് പറയാം. Such variation shall be effected only if it is contained in the memorandum or the articles of the company. അപ്പോൾ അവിടെ ഒരു വേരിയേഷൻസ് വന്നു. ലവിക്ക് ഇത്രയും നാളും 5 ഷെയർ ഉണ്ടായിരുന്നു, 5 ഷെയറിന് ലവിക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നുള്ളായിരുന്നു. പക്ഷേ ഇനി മുതൽ 5 ഷെയറിന് 2 വോട്ടിംഗ് റൈറ്റ് തരുവാന്ന് വെച്ചോ. ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് അല്ലേ. അങ്ങനെ ഒരു വേരിയേഷൻ വരുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ 3/4 ഓഫ് ദ മെമ്പേഴ്സ് കൈ കൊണ്ട് എഴുതി ഇൻ റൈറ്റിംഗ് കൊടുക്കണം, വി ആർ ഓക്കെ വിത്ത് ദിസ് ന്യൂ വേരിയേഷൻസ്, നോ പ്രോബ്ലം എന്ന് പറയണം. അതല്ലെങ്കിൽ
what should they do? By means of special resolution passed at a separate meeting. A separate meeting വെച്ചിട്ട് special resolution 3/4 the members have to pass that ഇങ്ങനെ വേണം കാര്യങ്ങൾ എന്നുള്ളത്. Now such a variation എപ്പോഴാണ് effective ആവുന്നത്? Once it is entered in the memorandum of association only it will be effected. Now in the absence of such provision in the memorandum of articles, if such variation is not prohibited by the terms of issue of shares of that class, okay, if variation of one class of shareholders affects the rights of other class of shareholders, okay, the consent of 3/4 of such other class shareholders shall also be obtained. Okay, if a variation of one class of shareholders affects the rights of any other class of shareholders, അപ്പോൾ ഇക്വിറ്റിയുടെ അല്ലെ പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി അത് വേറെ ഇക്വിറ്റിക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഓഫ് 3/4 of such other class shareholders shall also be obtained and the provision discussed above regarding variation of rights shall apply to such variation. അങ്ങനെ വരുവാണെങ്കിൽ അതായത് ഞാനിപ്പം നമ്മുടെ BCom ഫസ്റ്റ് ഇയർ എന്ന് വെച്ചോ, നമ്മുടെ പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സ് ഷെയർസിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക എന്നുണ്ടെങ്കിൽ അത് DC2കാർക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയും 3/4 ആൾക്കാരുടെ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ നമുക്കിത് നിലവിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. Where the holders of not less than 10% of the issued shares of a class did not consent to such variation or vote in favor of special resolution for the variation, they may apply to the tribunal to have the variation cancelled. Okay, അപ്പം നോട്ട് ദാറ്റ്സ് ഇപ്പം ഞാൻ നമ്മുടെ ക്ലാസ്സിൻ്റെ റൈറ്റ്സൊക്കെ ഇച്ചിരി മാറ്റം വരുത്തി എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ നോട്ട് ലെസ് ദാൻ 10% ഓഫ് ഇഷ്യൂഡ് ഷെയർസ് ഓഫ് ദാറ്റ് ക്ലാസ് നമ്മുടെ ക്ലാസ്സിൽ ഒരു 10% കുറയാത്ത ആൾക്കാർ ഇതിന് ഒരു ഫേവറും തരുന്നില്ല. ഓക്കെ, ഞാനിത് മുന്നോട്ട് വെച്ചപ്പോൾ അവർ മിണ്ടുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു സെറ്റ് ഇറ്റ് ബിഫോർ ദ ട്രൈബ്യൂണൽ. എന്നിട്ട് എന്താണ്, നോട്ട് മീ, സോറി, ഈ 10 പേർക്ക് പോയി ട്രൈബ്യൂണലിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഈ വരുന്ന വേരിയേഷൻ വളരെ ബുദ്ധിശൂന്യമായ കാര്യമാണ്, എങ്ങനെയെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ക്യാൻസൽഡ്. ഓക്കെ, വേർ എനി സച്ച് ആപ്ലിക്കേഷൻ ഇസ് മെയ്ഡ്, the variation shall not affect unless and until it is confirmed by the tribunal. ഇപ്പോൾ എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ദ ട്രൈബ്യൂണൽ ഹാസ് ടു വെറുതെ കൊണ്ട് ഫയൽ ചെയ്താലാവുമോ ക്യാൻസലേഷൻ? ഇല്ല. ദ ട്രൈബ്യൂണൽ ഹാസ് ടു ഗീവ് എ ഡിസിഷൻ. The decision of tribunal on the application by the shareholders shall be binding on them. The company shall, അതായത് എന്ത് ഡിസിഷൻ ട്രൈബ്യൂണൽ എടുത്താലും ഇറ്റ് വിൽ ബി ബൈൻഡിങ്, അത് നടപ്പിലാക്കും. ഓക്കെ, ദ കമ്പനി ഷാൽ വിത്തിൻ 30 days ഓഫ് ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ട്രൈബ്യൂണൽ ഫയൽ എ കോപ്പി thereof with the register. അപ്പം വിത്തിൻ 30 days ഓഫ് ടൈം ഷാൽ ഫയൽ എ കോപ്പി with the register. Now differential voting rights. Differential voting right is something which is so easy. വലിയ സംഭവമൊന്നുമല്ല. നമുക്കെല്ലാവർക്കും ഒരു ഷെയറിന് ഒരു വോട്ട് എന്നൊരിത് നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ DVR എന്ന് വെച്ചാൽ 1 DVR ഷെയർ ഡസൻ ഹാവ് എ വോട്ടിംഗ് റൈറ്റ് എന്ന് വേണേൽ നമ്മൾ പറയാം. ഈക്വൽ ടു 1 വോട്ട് എന്നുള്ള രീതിയല്ല. ഒരു 5 DVR ഷെയർ വെച്ചാൽ മാത്രമേ നമുക്കൊരു വോട്ടിംഗ് റൈറ്റ് കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ അതൊരു ഇതായിട്ട് ഫാസ്റ്റായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് DVR എന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് വെൻ യു ഹാവ് വൺ ഷെയർ യു ഹാവ് വൺ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന പോലെ യു ഹാവ് എ സേ ഇൻ ദ കമ്പനി. ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ദ കമ്പനി യു ക്യാൻ ഗോ, യു വിൽ ഹാവ് എ സേ ഇൻ ദ കമ്പനി എന്നാണല്ലോ രീതികൾ. DVR ഷെയർസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. DVR ഉണ്ടെന്നും പറഞ്ഞ് ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമായിരിക്കും. ചിലപ്പം എനിക്ക് മറ്റേ ഷെയർ കിട്ടേണ്ട ആ ഡിവിഡൻറ്റിനേക്കാളും ഇരട്ടി ഡിവിഡൻറ്റ് ഇവിടെ കിട്ടും. മാത്രമല്ല മറ്റേ ഷെയർ ഞാൻ മേടിക്കാൻ പോകുമ്പം ചിലപ്പം 90-95 റുപ്പീസൊക്കെ ആണെങ്കിൽ ഈ ഷെയർ മേടിക്കാൻ ചിലപ്പം 40-30 രൂപയോ ആയിരിക്കത്തുള്ളൂ. സോ ദ വാല്യൂ ഓഫ് ദ ഷെയർ വിൽ ഓൾസോ ബി very less. The thing is, if you go on purchasing for a DVR, you will get a nice, it has so many advantages.
ലൈക്ക് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ സെബി ഉണ്ടാക്കിയെങ്കിലും ദിസ് ഇസ് നോട്ട് റൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ വരുത്തരുത് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിയെങ്കിലും DVR is an excellent concept. Like the company will have its voting, like the power with themselves. At the same time, they are raising money. ആൻഡ് റിഗാർഡിങ് ദ പബ്ലിക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു നിശ്ചിത തുക കൊടുത്താൽ ഒരു ഷെയർ കിട്ടുവാണ്. ഞാൻ 100 രൂപ കൊടുത്താലേ ഒരു ഷെയർ കിട്ടുന്നുള്ളെങ്കിൽ ആ 100 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് 3 ഷെയർസ് കിട്ടും. ഓൺലി തിങ് ഐ വോണ്ട് ബി ഹാവിങ് എനി വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ആ കമ്പനിയിൽ ചെന്ന് സംസാരിക്കാനുള്ള ഇല്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ബട്ട് at the same time I am gaining a 3 number of shares with a dividend as usual and a better dividend than the other one. Okay, എന്നുള്ള ഇതാണ് അതിനുള്ളത്. ഈ DVR എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമ്പർ ഓഫ് ഷെയർസ് അങ്ങ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് എങ്കിലും കിട്ടും. ലൈക്ക് മേ ബി ഇഫ് യു ഹാവ് 5 DVR ഷെയർസ് യു വിൽ ഗെറ്റ് 1 വോട്ടിംഗ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ അല്ലാതെ 1 DVR ഷെയർ ഈക്വൽ 1 വോട്ടിംഗ് റൈറ്റ് എന്നുള്ളത് കിട്ടത്തില്ല. ഓക്കെ, നൗ ഐ വിൽ ഗോ ഓൺ റീഡിങ്. യു അണ്ടർസ്റ്റുഡ് നോ ദ ഡിഫറൻസ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ കമ്പനിയുടെ പവർ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അറ്റ് ദ സെയിം ടൈം ഐ എം റേസിങ് മണി ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിൻ്റെ കാര്യം വെച്ച് നോക്കിയാലോ, ഞാൻ പുറത്ത് പോയാൽ ഒരു ഷെയറിന് അത്രയും രൂപയാവും. ഒരു വോട്ടിംഗ് റൈറ്റ് കിട്ടുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ ആ രൂപയ്ക്ക് എനിക്ക് DVR എടുക്കുന്നതെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട ചിലപ്പം ഡിവിഡൻഡ് കിട്ടാം. അറ്റ് ദ സെയിം ടൈം വളരെ കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ ഷെയർസും എനിക്ക് കിട്ടും. ആ ഷെയർസിനെല്ലാം എനിക്ക് ഡിവിഡൻഡ് കിട്ടും അല്ലേ? അതൊക്കെ വെച്ച് നോക്കിയാൽ എനിക്ക് വലിയ സംസാരിക്കാനൊന്നുമില്ല. കമ്പനിയുമായിട്ട് എന്ത് സംസാരിക്കാൻ? എനിക്ക് വോട്ടിംഗ് റേറ്റ് വേണ്ട, എനിക്ക് രൂപ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ കമ്പനിയുടെ പവറോ ഭാഗമോ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഡിവിഡൻഡ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് DVR ഹെൽപ്സ് എ ലോട്ട്. Okay. Section 43 of Companies Act 2013 provides a company limited by shares shall be entitled to issue equity share capital with number 1 is voting rights, number 2 with the differential rights as to dividend like voting or otherwise in accordance to the rules as may be prescribed by central government. So central government goes on prescribing each area that can, so differential voting rights എന്ന് വെച്ചാൽ it may affect the voting rights or at the same time it may affect the dividend also. Differential rights ആയിരിക്കും കിട്ടുന്നത്. Now then the second category mentioned gives a scope of issue of shares with the differential rights. These shares, which are ordinary equity shares, shall have differences in the rate of dividend or in voting rights attached to these shares. Okay, however, Indian regulations do not permit companies to issue equity shares with higher voting rights. Higher voting rights issue ചെയ്യാൻ Indian companies അനുവദിക്കത്തില്ല. Hence, Indian DVR shares provides to lower voting rights as compared to ordinary equity shares, and the company is not permitted to convert its existing equity share capital with voting rights into equity share capital carrying differential voting rights and vice versa. Okay, പക്ഷേ കമ്പനിക്ക് ഒരിക്കലും ഇങ്ങനൊരു DVR എന്ന് പറയുന്ന ഇഷ്യൂ ഇറക്കാമെങ്കിലും കമ്പനിക്ക് ഒരിക്കലും പെർമിറ്റഡ് അല്ല ഇറ്റ് ക്യാൻ കൺവേർട്ട് ദി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയറിനെ DVR വിത്ത് വോട്ടിംഗ് റൈറ്റ്സിനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്യാരിങ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിലേക്ക് ആക്കാൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ DVR ഷെയർസ് ഉള്ളതിനെ തിരിച്ച് അല്ലാത്ത ഷെയർ ആക്കാനും ഉള്ള ഒരു കൺവേർഷൻ സിസ്റ്റം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് ലോവർ വോട്ടിംഗ് റൈറ്റ്സ് ടു ദ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് വുഡ് ഹെൽപ്പ് the promoter to retain their voting rights intact. അവരുടെ വോട്ടിംഗ് റൈറ്റ്സും മജോറിറ്റി ഓഫ് വോട്ടിംഗ് റൈറ്റ്സും അവരുടെ കയ്യിൽ തന്നെയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് പോകുന്നില്ല പവർ. The investors are compensated for lower control over the company by giving them higher dividends. വലിയ ഹയർ ഡിവിഡൻസ് കൊടുക്കുമെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് എല്ലാം കമ്പനിയിൽ കയറി അവകാശം കാണിക്കാനുള്ള ഇത് കൊടുക്കുന്നുമില്ല. Then, companies can raise substantial capital without any fear of hostile or takeover. മറ്റേ കമ്പനിക്ക് ഒരു പേടിയല്ലേ, എൻ്റെ ഷെയറും അല്ലെങ്കിൽ എൻ്റെ ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഈ പോകുന്നത് ഷെയർസ് എടുക്കുമ്പോൾ. അത് ഇതിലില്ല. പക്ഷേ നമുക്ക് രൂപ റേസ് ആയും കിട്ടുന്നു. Investors who do not want control
but are looking for reasonable big investment in a company would find this investment DVRs attractive. ഈ ഡി വി ആർ കാശുണ്ടാക്കാനും മണി മേക്കിങ്ങിനും മാത്രം മതി, അല്ലാതെ കമ്പനിയുടെ കൺട്രോളൊന്നും എൻ്റെ കൈ വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു നല്ല കാര്യമാണ്. The holder shall enjoy all other rights such as bonus shares, rights of shares, which the holders of equity shares are entitled to. Equity ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എല്ലാ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള എല്ലാ റൈറ്റ്സും ഇവർക്കും കിട്ടും. കണ്ടീഷൻസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് DVRs. Okay, what are the issue of DVRs? What are the conditions? The issue of DVRs is regulated by Companies Act Rules 2014. The following are the most important conditions regarding the shares with differential voting rights. What are those? Articles of association of a company should authorize the issue of shares with the differential rights. Okay, this should be stated in the articles. Ordinary resolution shall be passed at a general meeting of the shareholders. Ordinary resolution pass cheyanam. Then when equity shares of a company are listed on a recognized stock exchange, the issue of such shares shall be approved by the shareholders through postal ballot. Postal ballot kuda idinte രീതികൾ ചെയ്യാം. Now, value of DVR share shall not exceed 26% of total post-issue paid-up equity share capital, including equity shares with the differential voting rights issued at a point of time. അതായത് വാല്യൂ ഓഫ് DVR ഷെയർസ് ഒരിക്കലും 26% കൂടുതലരുത്. ഏത് രീതിയിലാണ്? ടോട്ടൽ പോസ്റ്റ് issue paid up equity share capital card. Okay, and includes equity share capital with differential voting rights. Now, company has not defaulted in filing financial statement and annual reports of 3 financial years immediately preceding the financial year in which it is decided to issue such shares. അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെയും എന്താ പറയുന്നത് ഫയലിംഗ് കാര്യങ്ങൾ മുടങ്ങരുത്. ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും മുടങ്ങാതെ, ആനുവൽ റിട്ടേൺസിൻ്റെ ഫയലിങ്ങും മുടങ്ങാതെ, കഴിഞ്ഞ 3 ഇയേഴ്സും അടുപ്പിച്ച് നമ്മളത് മുടങ്ങാതെ ചെയ്തവരും ആയിരിക്കണം. ദെൻ വി ക്യാൻ ഗോ ഓൺ ഇഷ്യൂ എ DVR ഷെയർ. നൗ നെക്സ്റ്റ് ഇസ് ഷെയർസ് അറ്റ് എ പ്രീമിയം. What is shares at a premium? നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ച കാര്യങ്ങളാണ്. ഷെയർസ് അറ്റ് എ പ്രീമിയം ആൻഡ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. Listen, if one share cost 10 rupees, okay, and I am issuing it at a premium, കമ്പനിക്ക് ഒത്തിരി പേരായി, ഇപ്പോൾ പഴയതുപോലെ 10 രൂപയ്ക്കൊന്നും നിൽക്കാൻ പറ്റത്തില്ല. I am issuing it at a premium of 2 rupees more. അപ്പോൾ 12 rupees ആയല്ലോ. 10 രൂപയുടെ ഷെയറിനെ ഞാൻ 12 രൂപയ്ക്ക് വയ്ക്കുമ്പോൾ ആ 2 രൂപ എന്താണ്? ദാറ്റ് ഇസ് എ പ്രീമിയം. ഓക്കെ, ഈ പ്രീമിയം ഏത് രീതിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ആപ്ലിക്കേഷൻ, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ അലോട്ട്മെൻറ്റ്, it can be applied on the calls. How many calls you are making? First call, second call, third call, whatever it is, you can apply it on the calls also. Okay, depends upon your or each company's steps that they have taken. Okay, number 1, ഏത് രീതിയിലാണ്? അപ്പോൾ 10 രൂപയാണ്. 10 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 4 രൂപ ആപ്ലിക്കേഷന് മേടിക്കുന്നു എന്ന് വെച്ചു. 3 രൂപ ഞാൻ അലോട്ട്മെൻറ്റിന്, 3 രൂപ കോൾസിന്. ലായോ? ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ ഞാൻ അറ്റ് പ്രീമിയം എന്നുള്ളത് ഞാൻ ആപ്ലിക്കേഷൻ മണിയുടെ കൂടെ മേടിക്കുന്നതെങ്കിൽ 4 രൂപയല്ലേ ആപ്ലിക്കേഷന്. ഐ ആസ് ഫോർ 4 for the application plus 2 premium also I asked in the beginning itself. Some people ask in the beginning, some people ask for the allotment, and some people they will ask only in the calls when the calls are made. Okay, അപ്പോൾ ഇതാണ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അത് 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഷെയർസ് അറ്റ് പ്രീമിയമായി. നൗ ദർ ഇസ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ഓൾസോ. ഇപ്പോൾ കമ്പനിക്ക് കുറേ കമ്പനി വളരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, ഇഫ് ദ കമ്പനി ഷെയർസ് ഇസ് 10 rupees per one share and you are deciding it to be given at 9 rupees. ഓക്കെ, ഒരു ഡിസ്കൗണ്ട് അവിടെ കുറച്ചു. ദിസ് ഈസ് കോൾഡ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. 10 രൂപയുടെ ഷെയറിന് ഞാൻ 9 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ 1 രൂപ എന്താണ്? 1 rupee ഈസ് എ ഡിസ്കൗണ്ട്. മനസ്സിലായല്ലോ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു 10 രൂപയുടെ 12 rupeesന് കൊടുക്കുമ്പോൾ ആ 2 rupees ആണ് ഇവിടെ പ്രീമിയം. ആ 2 rupeesൻ്റെ പ്രീമിയം എവിടെയാണ് ഞാൻ കൊണ്ടുപോയി ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്? ഐ വിൽ ബി ഇൻക്ലൂഡിങ് ദാറ്റ് ഇൻ ദ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇത് ഉണ്ടാക്കത്തില്ലേ?
അങ്ങനെ ഉണ്ടാക്കുമ്പം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നുള്ളിടത്താണ് നമ്മൾ ഈ 2 രൂപ ലെഡ്ജറിൽ എഴുതി ചേർക്കുന്നത്. ഓക്കെ, ഇനിയും ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനകത്തെ തുകകൾ നമ്മൾ എന്തെല്ലാം പേർപ്പസിന് യൂസ് ചെയ്യാം അതാണ് ഇനിയും പറയുന്നത്. ഓക്കെ, മറ്റേ വായിക്കണോ? നിങ്ങൾ വായിച്ചു നോക്കുക, എളുപ്പമാണ്. ഓക്കെ, the securities premium account may be applied by a company only for designated purpose. What are the designated purpose? The issue of unissued shares of the company to the members as fully paid up ഷെയർസ്, അല്ലെങ്കിൽ റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി, എന്തെങ്കിലും പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് തൂത്തുവാരി കൊടുക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് യൂസ് ചെയ്യാം. ദെൻ റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസസ്, കമ്മീഷൻ പെയ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് വല്ലതും ഉണ്ടെങ്കിൽ, എനി ഇഷ്യൂ ഓഫ് ഷെയർസ് ഡിബെഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി ഉണ്ടെങ്കിൽ എല്ലാം ഇതിനകത്തുനിന്ന് യൂസ് ചെയ്യാം. ഇൻ പ്രൊവൈഡിങ് ഫോർ പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് എനി റിഡീമബിൾ shares or any debentures of a company, അങ്ങനെയാണെങ്കിൽ for purchase of its own shares or other securities under section 68. ഇത് ഏത് കാര്യങ്ങൾക്കും നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. ബിയോണ്ട് ദ എബവ്, അപ്പോൾ എനിക്ക് 10 രൂപ കിടപ്പുണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം, അല്ലെ 12 രൂപ കിടപ്പുണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷെയർ അങ്ങ് മേടിക്കുക. 12 രൂപയല്ലേ ഒരു ഷെയറിന്. ഞാൻ പോയി ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഇത്രയും രൂപയുള്ളതുകൊണ്ട് ആ രൂപ എടുത്തിട്ട് ഞാൻ ഒരു ഷെയർ കമ്പനി സ്വന്തമായിട്ട് മേടിക്കുന്നു. ഓക്കെ, അങ്ങനെയും ചെയ്യാം. Beyond the above said 5 situations, securities premium account may be applied by certain class of companies for the 3 situations which is mentioned below. What are the 3 situations? Okay, regarding these, the companies of financial statements should comply with the accounting standards prescribed for such class of companies under section 133. Section 133 പറയുന്ന അനുസരിച്ച് ഉള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. What are the following purposes? Number 1, in paying out unissued equity shares of a company to be issued to the members of a company as fully paid bonus shares ആയിട്ട് കൊടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസസ് കമ്മീഷൻ പേ ചെയ്യാനോ ഡിസ്കൗണ്ട് അലൗഡോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഫോർ ദ പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68. അതിൻ്റെ തന്നെ ഷെയർസ് മേടിക്കാനോ അല്ലെങ്കിൽ വേറെ വല്ല സെക്യൂരിറ്റീസ് മേടിക്കാൻ ഈ രൂപ യൂസ് ചെയ്യാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ദ ജനറൽ പ്രൊവിഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, 10 രൂപയുടെ ഷെയറിന് ഞാൻ 9 റുപ്പീസിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. ദ ജനറൽ ലീഗൽ പൊസിഷൻ ഇസ് ദാറ്റ് എ company shall not issue shares at a discount value less than the face value. If the face value, earlier the face value was 10 rupees, right, and the premium was 2, so it came up to 12 rupees. Now the case is the face value would be 10 rupees, but you are giving it with 1 rupee discount, that will come as 9. Any share issued by a company at a discount price shall be void. Moreover, the issue of shares at a discount has been made punishable. Okay, it has been made punishable എന്നാണ് പറയുന്നത്. Second, the company which violates a rule against sale of shares at a discount shall be punishable with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. Every officer who is in default shall be punishable with an imprisonment for a term which may extend to 6 months or with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. ഇപ്പോൾ 1 lakh rupees മുതൽ 5 lakh rupee വരെയും, പിന്നെ ഇംപ്രിസൺമെൻറ്റ് 6 months വരെയും, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months വരെയും ആകാം. ഓക്കെ, ഷെയർസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വയലേറ്റ്സ് എ റൂൾ. ഓക്കെ, നമ്മളൊരു ഷെയറിന് ഒരു വിലയിട്ടാൽ ആ വിലയ്ക്ക് തന്നെ കൊടുക്കണം. അറ്റ് പ്രീമിയം വേണമെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത ഡിസ്കൗണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ഉള്ള ഇതിൽ നിന്നും ഷെയർസ് ഇടിച്ചു കാണിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ അതർ കമ്പനീസ് ഓൾസോ. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് സെഡ് ടു ബി പണിഷബിൾ ബിക്കോസ് മോർ പീപ്പിൾ വിൽ ബി കമ്മിങ് എഹെഡ്. അല്ലെങ്കിൽ നിങ്ങൾ DVR എല്ലാം വെക്കുക, അപ്പോൾ ഷെയർസിൻ്റെ നമുക്ക് നമ്പർ ഇത് കുറയ്ക്കാം. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഡിസ്കൗണ്ട് DVR എഫക്ട്സ്. അപ്പം നമ്മൾ രൂപ കുറയ്ക്കുമ്പോൾ എന്താ, വോട്ടിംഗ് റൈറ്റ്സ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. ഈ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ടിനേക്കാളും ഏറ്റവും നല്ലത് DVR എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നൗ ഇഷ്യൂ ഓഫ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് വിൽ ബി ഇൻ the class.